ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് 10th ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ CBSEക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. If tan theta plus 1 by tan theta is equal to root 2, find the value of tan square theta plus 1 by tan square theta എന്നാണ് കാണേണ്ടത്. അപ്പം നമുക്ക് ഇത് എന്താണെന്ന് നോക്കിക്കേ. tan theta plus 1 by tan theta is equal to എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? tan theta plus 1 by tan theta is equal to എന്താണ്? root 2 അല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ നോക്കിക്കേ, ടാൻ സ്ക്വയർ ഇവിടെയും ടാൻ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ ഒന്ന് സ്കോറിങ് ചെയ്ത് നോക്കാം. സ്കോറിങ് ബോത്ത് സൈഡ്സ് അല്ലേ? രണ്ട് സൈഡും നമുക്ക് ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പൊ ടാൻ തീറ്റ പ്ലസ് 1 ബൈ ടാൻ തീറ്റ the whole square is equal to root 2 the whole square. മനസ്സിലായല്ലോ? നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ട ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ ടാൻ സ്ക്വയറിന്റെ തീറ്റയുടെ ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? ടാൻ തീറ്റ പ്ലസ് 1 ബൈ ടാൻ തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. അപ്പൊ ടാൻ തീറ്റ പ്ലസ് 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരിക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ? ഇതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. നോക്കാം. എ എന്താണ്? ടാൻ തീറ്റ സ്ക്വയർ plus 1 by tan theta square plus 2 tan theta 1 by tan theta. ഇത് മനസ്സിലായല്ലോ? tan theta A എന്ന് പറയുന്നത് നമുക്ക് tan theta ആയിട്ട് എടുക്കണം. B എന്ന് പറയുന്നത് 1 by tan theta ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ tan theta tan square theta 1 by tan square theta plus 2 into tan theta into 1 by tan theta is equal to എന്താണ്? root 2 ന്റെ സ്ക്വയർ. root 2 ന്റെ സ്ക്വയർ എന്താണ്? root 2 into root 2 എന്താണ്? 2 അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്താണ്? root 2 ന്റെ സ്ക്വയർ എന്താണ്? 2 അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയേ, ഇക്വേഷനിൽ നോക്കിക്കേ, നമുക്ക് 2 into tan theta into 1 by tan theta. ഈ tan theta നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ബാക്കി പോയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? tan square theta പ്ലസ് 1 by tan square theta പ്ലസ് 2 is equal to എന്താണ്? 2 എന്ന് കിട്ടും അല്ലേ? Therefore tan square theta പ്ലസ് 1 by tan square theta is equal to ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ 2 minus 2 is equal to എന്താണ്? 0 എന്ന് നോക്കും. അപ്പം tan square theta plus 1 by tan square theta വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? tan square theta plus 1 by tan square theta is equal to എന്താണ്? 0. അതിനാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല. ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഗിവൺ ചെയ്ത് തന്നിരിക്കുന്നത് നമുക്ക് tan theta plus 1 by tan theta root 2 എന്നാണ്. എന്നാൽ tan square theta plus 1 by tan square theta വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യുക. അത് a plus b the whole square രൂപത്തിലേക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്തെടുത്തു കഴിയുമ്പോൾ എന്താണ്? നമുക്ക് tan square theta plus 1 by tan square theta എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. അപ്പം ഈ കണക്ക് ഈസി ആണല്ലോ അല്ലേ? എല്ലാവരും ഈ കണക്ക് ഒന്ന് തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി.